താങ്കൾ പറഞ്ഞ വളരെ ഗൗരവമുള്ള ഒരു ആരോപണം. ഈ വൺ വേ ടിക്കറ്റ് എന്ന സിനിമ നടക്കുന്ന സമയത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയും ആ കുട്ടിയുടെ അമ്മയും പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതും മുറിയിൽ അടച്ചിട്ട്. അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതിനുശേഷം താങ്കളാണ് പൈസ നൽകി അവരെ അവിടെ നിന്ന് അവർക്ക് പോകാനുള്ള വണ്ടിക്കൂലി അടക്കം നൽകിയത് എന്നും പറയുകയുണ്ടായി. അതൊന്ന് വിശദീകരിക്കാമോ? അങ്ങനെ ഒരു അതിക്രമം ആ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണോ സംഭവിച്ചത്? സിനിമാ പ്രവർത്തകർ തന്നെയാണോ അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ? അത് നമുക്ക് സിനിമ, കാരണം ആ അമ്മയും മോളും പറയുകയുണ്ടായി, ഇതുവരെ ഞങ്ങളെ ഡയറക്ടറെ ഒന്ന് പരിചയപ്പെടുത്തിയില്ല. ഡയറക്ടർ ബിപിൻ പ്രഭാകർ ആയിരുന്നു, അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ ഇന്നുവരെ പൃഥ്വിരാജ് ഈ സിനിമയിലുണ്ടെന്ന് അറിഞ്ഞു. അദ്ദേഹത്തെ പോലും ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം, അദ്ദേഹത്തെ പോലും കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങൾ പാലക്കാട് ഒരു ഹോട്ടലിലായിരുന്നു. ഈ ഹോട്ടലിൽ ഏതോ ഒരു റൂമിലാണ് ഈ അമ്മയും മോളെയും 2 ആഴ്ചയായിട്ട് അവരവിടെ താമസിപ്പിച്ചുകൊണ്ടിരുന്നത്. ഏതോ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഈ അമ്മേനെ മോളെ അവിടെ കൊണ്ട് താമസിച്ചത്. എന്നിട്ട് പല ആൾക്കാരെയും ക്യാമറമാനാണ്, ഇത് അസിസ്റ്റന്റ് ഡയറക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അവർ യഥാർത്ഥ ക്യാമറമാൻ ആയിരുന്നോ അത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു എന്ന് പോലും ഇവർക്കറിയില്ല. അങ്ങനെ പല ആൾക്കാർ വന്നും പോയിരുന്നു. ഈ അമ്മയും മോളും വല്ലാതെ കഷ്ടപ്പെട്ടു. അവർക്ക് കറക്റ്റ് ഫുഡ് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു. കറക്റ്റ് ഫുഡ് കിട്ടുമായിരുന്നു. പക്ഷേ അവർക്കിനി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി, കയ്യിൽ 5 പൈസ ഇല്ലെന്ന് പറഞ്ഞു. അവർ കരഞ്ഞു മടുത്തിട്ടാണോ അവരുടെ മുഖമൊക്കെ വളരെ വിളറി, അവരെന്തൊക്കെയോ അത് കൂടുതൽ എന്തൊക്കെയോ അവിടെ അനുഭവിച്ചോ എന്നും എനിക്കറിയില്ല. എന്തൊക്കെയോ പറയാൻ പോകുന്നത്. വളരെ വളരെ വിഷമിച്ച അമ്മയുടെ മുഖം, വളരെ മെലിഞ്ഞ ഒരു അമ്മ. അമ്മയ്ക്ക് എന്തൊക്കെയോ പറയാൻ മനസ്സ് വെമ്പുന്ന പോലെ എനിക്കന്ന് തോന്നിയായിരുന്നു. സിനിമയുടെ സംവിധായകനും നിർമ്മാതാവിനും അതിൽ അഭിനയിച്ച ആളുകൾക്കൊന്നും ഇവരാരാണ് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് ഇങ്ങനെ ഒരു ഗ്യാങ് കൊണ്ടുവരികയാണ്. അല്ലാതെ സിനിമയുമായി ബന്ധമുള്ള ആളുകൾക്ക് അത് അറിയില്ല. സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് മോഹിപ്പിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട്. ഇപ്പൊ താങ്കൾ കുറെ കാലം ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ തമിഴ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. അത് വ്യാപകമായി നടക്കുന്ന ഒരു കാര്യമാണ്. ചില ആൾക്കാർ ഈ സിനിമയിൽ ഇന്ന റോള് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആളുകളെ ഇങ്ങനെ കബളിപ്പിക്കുകയും ചൂഷണങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന സംവിധാനമായി കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ താങ്കളുടെ വെളിപ്പെടുത്തലിന് ശേഷം ഇങ്ങനത്തെ കാര്യം തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. താങ്കളുടെ വെളിപ്പെടുത്തലിന് ശേഷം മണിയമ്പിള്ള രാജു പ്രതികരിച്ചിരുന്നു. ബാക്കി ആരും അങ്ങനെ കാര്യമായി പ്രതികരിച്ചിട്ടില്ല. മുകേഷോ ജയസൂര്യയോ ഇടവേള ബാബുവോ പ്രതികരിച്ചിട്ടില്ല. മണിയമ്പിള്ള രാജു പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ്. എന്ന് മാത്രമല്ല, ഇനി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ ആരോപണത്തെ നിസ്സാരവൽക്കരിക്കുകയാണ്. അതെ. കാരണം പുള്ളിക്കാരൻ എന്നെ വെർബൽ അബ്യൂസ് ആയിരുന്നു, സെക്ഷൽ റിലേഷൻഷിപ്പിനെ പറ്റി അപേക്ഷിക്കുകയായിരുന്നു, റിക്വസ്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ റിക്വസ്റ്റ്. അല്ലാതെ പുള്ളി എന്നെ ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യം കാണുമായിരിക്കും. ഞാൻ എന്തൊക്കെയാലും അവളെ തൊട്ടിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എനിക്ക് സംസാരിക്കുന്നത് എന്താ കുഴപ്പം. പക്ഷേ പുള്ളിക്കാരൻ പറയുന്ന അലിഗേഷൻസ്, പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ശരി, അതിന് യാതൊരു പ്രസക്തിയില്ല. ആൾക്കാരിങ്ങനെ പലതും പറയും. കാരണം അന്ന് തന്നെ ഞാൻ എൻ്റെ അടുത്ത് കുറേ കലണ്ടറിൻ്റെ മൂവി വെച്ച് എൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു അദ്ദേഹം. അതിനുശേഷം കലണ്ടർ മൂവിയുടെ സമയത്താണ് അല്ലേ ഈ മണിയമ്പിള്ള രാജുവിന്റെ താങ്കൾ ആരോപിക്കുന്ന ഇൻസിഡന്റ് ഉണ്ടാവുന്നത്? അതെ. കലണ്ടറിന്റെ പ്രൊഡ്യൂസർ സജി നന്ദിയാൻ സാറായിരുന്നു. ആ ഒരു ലൊക്കേഷനിലാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംഭവം നടന്നത്. എന്നിട്ട് ഈ അന്നത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അതിൻ്റെ പുറകെയായിരുന്നു എന്നൊക്കെ അറിഞ്ഞു ഇദ്ദേഹം, മണിയമ്പിള്ള രാജു ചേട്ടന്. എന്നൊക്കെ അവിടെ ഉള്ളവർ പറയായിരുന്നു. മിനു പോയത് രക്ഷപ്പെട്ടു, മിനു പോയി കഴിഞ്ഞ ശേഷം ഇദ്ദേഹം ആ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പുറകെയായിരുന്നു എന്നൊക്കെ. അല്ല, ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളൊക്കെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുള്ള ആളുകളൊക്കെ ഇവരെ വലിയ ആദരവോടും ബഹുമാനത്തോടും ഒക്കെ കാണുന്ന ആളുകളാണ് സമൂഹത്തിലുള്ള ആളുകൾക്ക്. പക്ഷേ ഈ ഇപ്പോൾ വലിയ നടന്മാർ, ഇപ്പോൾ ജയസൂര്യ അല്ലെങ്കിൽ ഇവരൊക്കെ പേഴ്സണലി അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ സ്പേസിൽ ഇങ്ങനെയൊക്കെയാണ് എന്നാണോ? ഇതിപ്പോൾ താങ്കൾ ആരോപണം ഉന്നയിക്കുന്ന അവരുടെ ഭാഗം കേട്ടിട്ടില്ല, എന്നാലും താങ്കളുടെ അനുഭവം എന്താണെന്ന് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് വളരെ ബിറ്ററായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. ഇതൊരിക്കലും നടക്കാൻ പാടില്ല. ഇവരെല്ലാവരും ചുമ്മാ ഇവർ 4 പേരുമാണല്ലോ ഈ അമ്മയുടെ അസോസിയേഷനിലെ ഭാരവാഹികൾ. അപ്പോൾ അതുകൊണ്ട് എനിക്കന്ന് ആദ്യമേ, ഞാൻ ഫിലിമിൽ ആദ്യമായതുകൊണ്ട് ഫസ്റ്റ് ടൈം, അതുകൊണ്ട് ഇവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, കമ്മിറ്റി മെമ്പേഴ്സ്. ഞാനിങ്ങനെ പറഞ്ഞു പറ്റില്ല, നോ സോറി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇവരെന്തിനാണ് ഇത്രയും വലിയ സ്വാതന്ത്ര്യം എടുത്തതെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഇവരാണ് അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും അവർ അതിന്റെ ഫ്രീഡം എടുത്തു. എൻ്റെ അടുത്ത് പരാതി കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പരാതി പ്രത്യേക ആർക്കെതിരെയാണ്? പരാതി ഇപ്പൊ ഫിസിക്കലി അബ്യൂസ് ചെയ്തു എന്ന് പരാതിയുള്ള ആളുകൾക്കെതിരെ മാത്രമാണോ, അതോ ഈ 4 പേർക്കെതിരെയും പരാതി ഉണ്ടോ? 4 പേരല്ല, അതിനകത്ത് വേറൊരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനുണ്ട്, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്,
രണ്ടുപേരുണ്ട് പ്രൊഡക്ഷൻ. നാലും മൂന്ന് ഏഴ് പേരെ കുറിച്ച്. കാരണം ഫിസിക്കൽ ആൻഡ് വെർബൽ രണ്ടും അബ്യൂസ് തന്നെയല്ലേ. അതെ. ഈ അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ അദ്ദേഹം കോൺഗ്രസിന്റെ ഒക്കെ നേതാവായിട്ടുള്ള, അഭിഭാഷക സംഘടനയുടെ നേതാവായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം സിനിമയുമായിട്ട് എന്താണ് ബന്ധം? അദ്ദേഹം ഒരു സിനിമ പിടിച്ചായിരുന്നു, കുട്ടിക്കാനത്തായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ. അതിന്റെ കോ പ്രൊഡ്യൂസർ ആയിരുന്നു അന്ന് പുള്ളിക്കാരൻ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ. അപ്പോൾ അതിന്റെ ഒരു കോ പ്രൊഡ്യൂസർ ആയിട്ടായിരുന്നു ഞാൻ. അപ്പം ഞാനാണ് ഈ പ്രീ പ്രൊഡക്ഷന് വേണ്ടി. പറഞ്ഞോളൂ. യെസ് സർ. അപ്പോൾ ഞാൻ ഈ പ്രീ പ്രൊഡക്ഷന് വേണ്ടി ഞാൻ കുട്ടിക്കാനത്ത് എൻ്റെ കാറിൽ ഞാൻ തന്നെ വണ്ടി ഓടിച്ച് പെട്രോളും മുടക്കി ഇവർക്ക് വേണ്ടി ഒത്തിരി എഫേർട്ട് ഇട്ട് ഈ ലൊക്കേഷനൊക്കെ കാണാൻ പോവുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവിടെ 3 ദിവസം അവിടെ ഷൂട്ടിംഗ് നടന്നു. അതിനകത്ത് കലാഭവൻ മണിച്ചേട്ടൻ്റെ ഭാര്യയായിട്ടായിരുന്നു എൻ്റെ റോള്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു, അതെ നമ്മുടെ മെയിൻ പ്രൊഡ്യൂസർ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്, ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നമുക്ക് ആ ബോൾഗാട്ടിയിൽ ഒരു ലൊക്കേഷനോടെ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെന്താ നോക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് പോയി. അദ്ദേഹം ഒരു അഡ്വക്കേറ്റും കൂടാണല്ലോ, നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെ ചെന്ന് ഈ പ്രൊഡ്യൂസറിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് എന്നോടൊരു അക്ഷരം പോലും മിണ്ടാതെ അദ്ദേഹം അവിടുന്ന് മുങ്ങിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ വെറുതെ കുത്തിരിക്കും. ഇദ്ദേഹം തിരിച്ചു വരുന്നു നോക്കി അവിടെ ഇരുന്നു. പക്ഷേ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരേണ്ട സമയമായതുകൊണ്ട് ഞാൻ ഈ പ്രൊഡ്യൂസർ പറഞ്ഞു, സാറേ ഞാൻ പോയിക്കോട്ടെ. പുള്ളിക്കാരൻ പറയുമ്പോൾ ഞാൻ പോയെന്ന് പറഞ്ഞുതരാം, മക്കളിപ്പോൾ വരും സ്കൂളിൽ നിന്ന്. അന്നേരം അപ്പോൾ പുള്ളി പെട്ടെന്ന് ചാടിയിട്ട്, അയ്യോ അങ്ങനെ പോകില്ലേ, ഞാൻ കുറേ ഡ്രിങ്ക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, മിനുവിൻ്റെ ബ്രാൻഡ് ഏതാ? ഞാൻ സത്യത്തിൽ ഞാൻ ഇന്നൊരു ഡ്രിങ്ക്സ് കഴിച്ചിട്ടില്ല. അപ്പോൾ പറയാം ബ്രാൻഡ് ഏതാണ്, എനിക്ക് ബ്രാൻഡുകളുടെ പേര് പോലും അറിയത്തില്ലാത്ത ഞാൻ. അതെന്നിട്ട് പറഞ്ഞു ഫുഡ് ഓർഡർ ചെയ്യട്ടെ, ഇപ്പോൾ ഫുഡ്. ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നതാണ് സാറിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാനും അതിനെ ലൊക്കേഷൻ കാണാനൊക്കെ. ഞാൻ നോക്കട്ടെ സാർ. അല്ലേ അങ്ങനെ പോലും അദ്ദേഹം എന്നെ കയറി ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വളഞ്ഞു പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കൈ പതുക്കെ എടുത്ത്, സാർ പ്ലീസ് അങ്ങനെ സാർ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ അങ്ങനെയല്ലേ പ്ലീസ് ഞാൻ പോക്കട്ടെ സാറേ. അല്ലല്ലോ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, മിനു എൻ്റെ കൂടെ ഡ്രിങ്ക്സ് അടിക്കാൻ കൂടും, പിന്നെ മിനു എല്ലാ കമ്പനിയും തരുമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞേ. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് അറിവില്ലാത്ത സംഭവമാണ്, എനിക്കതറിയില്ല, ഞാൻ വളരെ ഇതായിട്ടാണ്, ഞാൻ ഇന്നസെൻ്റായിട്ട് സാറിനെ പരിചയപ്പെടുന്നു. ജസ്റ്റ് യു ആർ ഫ്രം ദുബായ്, ഈവൻ ഐ വാസ് ആൾസോ ഇൻ ദുബായ്, ഐ വാസ് വർക്കിംഗ് ഇൻ കരാമ. അപ്പം ഇതൊന്നും പരിചയപ്പെടാതെ അത് കൂടുതൽ ഞാനൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല, എനിക്ക് അറിയത്തില്ല സാർ പ്ലീസ് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഹീ അപ്പോളജൈസ്ഡ്. അയ്യോ സോറി, ഐ മിസ്അണ്ടർസ്റ്റുഡ്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ അഡ്വക്കേറ്റ് അങ്ങനല്ല പറഞ്ഞത്. അദ്ദേഹം എന്നെ ശരിക്കും ഒരു കൂട്ടിക്കൊടുപ്പാണ് അവിടെ നടത്തിയത്. എന്നെ കൊണ്ട് ഇദ്ദേഹത്തിന് കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് മുങ്ങിക്കളയുന്നതാണോ മാന്യത? അങ്ങനെ ചെയ്തു. എന്നിട്ട് ആ സിനിമയെ തന്നെ റിമൂവ് ചെയ്തു.